ഈ അതിക്രൂരമായ സംഭവം നടക്കുന്നത് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്. 1500-ലേറെ രോഗികളും 250 MBBS ആൻഡ് 170 PG സീറ്റ്സുകളുമുള്ള ഒരു സ്റ്റേറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന PG ഡോക്ടറിൽ ഒരാളായിരുന്നു 31 വയസ്സായ മോമിത എന്ന ഈ ട്രെയിനി ഡോക്ടർ. 8 ഓഗസ്റ്റ് 2024 തന്റെ സർവീസ് കംപ്ലീറ്റ് ആക്കി ഡിന്നറും കഴിഞ്ഞ് അവിടുത്തെ സെമിനാർ ഹാളിലേക്ക് ഉറങ്ങാൻ പോയി. അടുത്ത ദിവസം രാവിലെ 9 ഓഗസ്റ്റ് 2024 സെമിനാർ ഹാൾ വൃത്തിയാക്കാൻ വന്ന ജീവനക്കാർ കണ്ട കാഴ്ച ആ PG ഡോക്ടർ മരിച്ചു കിടക്കുന്നതായിരുന്നു. ഉടനെ തന്നെ അവിടെ പോലീസ്, ക്രൈം ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, ഡോക്ടേഴ്സ് എല്ലാവരും എത്തിയിരുന്നു. പോലീസിന്റെ 6 മണിക്കൂർ അന്വേഷണത്തിനൊടുവിൽ CCTV ഫുട്ടേജിൽ പ്രതിയെ കിട്ടിയിരുന്നു. അതേ ഹോസ്പിറ്റലിലെ വോളണ്ടിയർ ആയിരുന്ന സഞ്ജയ് റോയ് എന്ന ഈ വ്യക്തിയാണ് ആ ക്രൈം ചെയ്തത്. അറസ്റ്റ് ചെയ്തതിനു ശേഷം ചോദ്യം ചെയ്യലിൽ അവൻ അവന്റെ കുറ്റം സമ്മതിച്ചു. മരണത്തിന് മുൻപേ അതിക്രൂരമായ പീഡനം നേരിട്ടു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടും എന്തുകൊണ്ടാണ് പ്രതിക്ക് ശിക്ഷ വിധിക്കാത്തത്?